പെൺകുട്ടി പ്രായമറിയിച്ചാൽ ഇസ്ലാമിക വിധിവിലക്കുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ പല ദുരാചാരങ്ങളും നടന്നു വരുന്നുണ്ട്. എനിക്ക് 10 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സഹോദരിയുടെ ചോദ്യം. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അവിടെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇനി അവർക്ക് ബാധകമാകുന്ന ചില ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ ഒരു ബോധവൽക്കരണം നടത്തുകയുമാണ് വേണ്ടത്. ഉദാഹരണമായി, ഇനി അവർക്ക് നിസ്കാരം ഉപേക്ഷിക്കൽ വലിയ കുറ്റകരമാണ്, നോമ്പ് ഒഴിവാക്കൽ വലിയ കുറ്റകരമാണ്. അത്തരം നിയമങ്ങളെ നാം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ ആർത്തവമുണ്ടായി കഴിഞ്ഞാൽ അത് അവസാനിക്കുമ്പോൾ ഉള്ള കുളിയുടെ മര്യാദകൾ അതെങ്ങനെയാവണം തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികമായി പാലിക്കേണ്ടുന്ന നിയമങ്ങൾ, ആർത്തവ സമയത്തുള്ള ഖുർആൻ പാരായണം, ആർത്തവ സമയത്തുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട സമ്പർക്കങ്ങൾ, ഇതിലൊക്കെ പാലിക്കേണ്ട മര്യാദകൾ നാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമുക്കുള്ള ബാധ്യത. അതല്ലാതെ അതിൻ്റെ പേരിൽ ഒരുപാട് ദുരാചാരങ്ങൾ സമൂഹത്തിലുണ്ട്. അത് പ്രത്യേകമായ ഒരു ആചാരമാക്കി, പ്രത്യേകമായ ഒരു ആഘോഷമാക്കി, അന്ന് പ്രത്യേകമായ അറിവ് നടത്തി, അന്ന് ആടിനെ വാങ്ങി കുടുംബങ്ങളെ വിളിച്ചു കൂട്ടി പ്രത്യേകമായ അറിവുണ്ടാക്കി, അങ്ങനെയൊന്നും ഈ രംഗത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, അതൊക്കെ മറച്ചു വെക്കേണ്ടുന്ന ഒന്നുകൂടിയാണല്ലോ. അതങ്ങനെ പരസ്യപ്പെടുത്തി ഒരു കാര്യമാക്കേണ്ടതില്ല. ഒരു സ്ത്രീയുടെ ശരീരം ഗർഭം ധരിക്കാൻ സജ്ജമായി എന്ന് അറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആർത്തവമുണ്ടാവുക എന്നത്. അതോടുകൂടിയാണ് അവൾക്ക് പ്രായപൂർത്തിയായി എന്ന് കണക്കാക്കുന്നത്. ഇനി 15 വയസ്സ് പൂർത്തിയായാലും പ്രായപൂർത്തിയായി കണക്കാക്കാം. ആർത്തവമുണ്ടായിട്ടില്ലെങ്കിലും 15 വയസ്സ് തികഞ്ഞു, ആർത്തവമുണ്ടായിട്ടില്ല, ചന്ദ്രമാസപ്രകാരം അറബി മാസപ്രകാരം 15 വയസ്സ് തികഞ്ഞാൽ ആർത്തവമുണ്ടായിട്ടില്ലെങ്കിലും അവർ പ്രായപൂർത്തിയായവരായി കണക്കാക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഏത് രംഗത്തുമുള്ള ദുരാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ.